ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് 1/2 കപ്പ് കടല കുതിർത്ത് വെച്ചതാണ്. ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലിന് നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കൊന്നും വേണ്ട. ഇടയ്ക്ക് തീ കുറച്ചിട്ട് അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിലിന് കഴിഞ്ഞ് ഓഫാക്കി എടുത്തിട്ടുണ്ട്. കടൽ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 പിടി ചേന വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 പിടിയോളം പച്ചക്കായ മുറിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറുതാക്കിയിട്ടില്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് ഒറ്റ വിസിലിൽ തന്നെ ഓഫാക്കി കൊടുക്കാം. തേങ്ങ ഇതപ്പോൾ മൂത്ത് വരുന്നുണ്ട്. ഒരുപാട് അങ്ങായിട്ടില്ല, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്നൊരു ഗോൾഡൻ കളർ ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെക്കാം. അതൊന്ന് നമുക്ക് അരച്ചെടുക്കാനാണ്. നമ്മളിതിൽ പച്ചത്തേങ്ങ അല്ല അരയ്ക്കുന്നത്, ഈ വറുത്ത തേങ്ങയാണ് അരയ്ക്കുന്നത്. അത് നമ്മളൊരു 1/4 കപ്പ് ഒക്കെ തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള ഈ തേങ്ങ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കണം. നമ്മൾ തീ വളരെ കുറച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും. അതങ്ങ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. കഴിഞ്ഞു പോവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ കുക്കർ ഒറ്റ വിസിലിന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുക്കറിൽ തന്നെ വെച്ചിരുന്നാലും മതി. അത് അവിടെ ഇരുന്നൊന്ന് തിളച്ചൊന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ച തേങ്ങ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നത് വെച്ചാൽ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാം. അപ്പോൾ ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകറിയുടെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ ഈ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. അപ്പോൾ ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. കാരണം ഈ ഒരു കൂട്ടുകറിക്ക് ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും ഉണ്ടായിരിക്കണം നമുക്ക്. അതുകൊണ്ടാണ് അവസാനം ചേർത്ത് ഒരുപാട് സമയം തിളപ്പിക്കരുതെന്ന് പറയുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് വറുത്ത് വെച്ച തേങ്ങയില്ലേ, കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വെച്ചത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ്. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കൂട്ടുകറിക്ക് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്ത് ചേർത്തിരുന്നാൽ മതി. ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. കാരണം ചട്ടിയിലിരുന്ന് തന്നെ ഇനിയും നന്നായിട്ടൊന്ന് കുറുകി വരും. തീ ഓഫാക്കിയിട്ടാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി റെഡിയായി. ഇനി നമ്മൾ താളിച്ചും കൂടെ ചേർക്കണം. ഇപ്പോൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണൊക്കെ കടുക് ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. വട്ടത്തിൽ മുറിച്ചതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. അത് ഒരു പിടിയോളം തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കൂട്ടുകറിക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്ന സമയത്ത്. നമ്മളിപ്പം കഴിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പണ്ടൊക്കെ കൂട്ടുകറിയിൽ മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ തേങ്ങാക്കൊത്ത്. പക്ഷേ ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ ചേർക്കുന്നത് കാണാറില്ല. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് കൂട്ടുകറിയിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക മണമാണ് കൂട്ടുകറിക്ക്. ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടെ തിക്കാവും. ഇപ്പോൾ നല്ല ചൂടാണ്, തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇപ്പോൾ ചട്ടിയിൽ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ തിക്കായിട്ട് വരുന്നത്. ചട്ടിയിലല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഓഫാക്കിയാൽ മതി. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചിക്കൂസ് സദ്യ റെസിപ്പീസിൻ്റെ ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പലരും ഓലൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓലൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.